ഹലോ, ഹലോ, ഹലോ. എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി. ഇത്തവണ കുറച്ചുകൂടി കുത്തിത്തിരിപ്പുണ്ടാകാനാണ് ഉദ്ദേശം. കുത്തിത്തിരിപ്പ് ഇഷ്ടമുള്ളവർ ഇനി തുടരുക. അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നല്ല നല്ല പുസ്തകങ്ങൾ എഴുതി നമ്മളെ ആനന്ദിപ്പിച്ചിട്ട് പിന്നെ വളരെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ റോഡ് ചെയ്ത് കുറഞ്ഞു പോയി എന്ന് തോന്നുന്ന എഴുത്തുകാര് അവരെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ആരംഭിക്കാം. എന്താണ് എല്ലാവരുടെ അഭിപ്രായം? ഓക്കെ. തുടങ്ങിക്കോളൂ. ധൈര്യമായിട്ട്. അപ്പൊ ഈ കേസിൽ എനിക്ക് ആദ്യമായിട്ട് വരുന്നത് മാത്യു റില്ലിയാണ്. ലേഖ മസിൽ പിടിക്കുന്നു എന്നറിയാം. ഇപ്പൊ ഇടി വരും എനിക്കുള്ളത്. ഞാന് ഞാൻ ഞാൻ കുറെ വർഷം വായന നിർത്തി വെച്ചു ഇടയ്ക്ക്. എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് തുടങ്ങിക്കഴിഞ്ഞ് പകുതിയായപ്പോൾ വായനയൊന്ന് സ്ലോ ആയി. പിന്നെ ഇൻഫോസിസിൽ ജോയിൻ ചെയ്ത് ട്രെയിനിങ് ഒക്കെ നടക്കുമ്പോൾ വായിക്കാൻ സമയമേ ഇല്ലായിരുന്നു. അപ്പൊ കംപ്ലീറ്റ് വായന നിന്നിരുന്നു. എന്നിട്ട് ലോർഡ് ഓഫ് ദ റിങ്സിൽ നിന്നാണ് ഞാൻ തിരിച്ച് തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ത് വായിക്കണം എന്നിരുന്നപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ. ഇപ്പൊ തിരുവനന്തപുരത്ത് ഗീതാഞ്ജലി ഹോസ്പിറ്റലിലെ ഡോക്ടർ അരുൺ. പുള്ളി വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ. പുള്ളി അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് സജസ്റ്റ് ചെയ്തതാണ് മാത്യു റിലി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇയാളുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആക്ഷനാണ്. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം വരെ നല്ല സ്പീഡിൽ പോകുന്ന നോവലുകളാണ്. വളരെ രസമാണ്. പുള്ളി ആദ്യത്തെ നോവല് പബ്ലിഷ് ചെയ്യാൻ ആളെ കിട്ടാഞ്ഞിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശിട്ട് കുറച്ച് എഡിഷൻസ് പബ്ലിഷ് ചെയ്ത് ലോക്കൽ ലൈബ്രറിയിൽ കൊണ്ടുവച്ചു. ലോക്കൽ ലൈബ്രറിയിലും ബുക്ക് സ്റ്റോളിലും ഒക്കെ. അവിടുന്ന് ആളുകൾ എടുത്ത് വായിച്ച് പോപ്പുലറായ ഒരു ഓഥറാണ് മാത്യു റിലി. അങ്ങനെ പുള്ളി സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ മാത്യു റിലിയുടെ ആദ്യത്തെ പുസ്തകം പോയി എടുത്തു, ദി കോൺടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഒരു എനിക്ക് തോന്നുന്നു 350 പേജ് ഉള്ള ഒരു ചെറിയ പുസ്തകം, വലിയ പുസ്തകമൊന്നുമല്ല. ഞാനത് ഒറ്റ ഇരുപ്പിനിരുന്ന് ഇത് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഒരു യു എസിലെ എനിക്ക് തോന്നുന്നു ന്യൂയോർക്ക് സെൻട്രൽ ലൈബ്രറിയിൽ ഒരു മനുഷ്യനും കുറച്ച് ഏലിയൻസും ട്രാപ്ഡ് ആയിട്ട് പുള്ളിയും പുള്ളിയുടെ മോളും കുറച്ച് ഏലിയൻസിൻ്റെ കൂടെ ട്രാപ്ഡ് ആയിട്ട് പുള്ളി അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതാണ് കഥ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആദ്യാവസാനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പുള്ളിയുടെ ഓരോ പുസ്തകങ്ങളായിട്ട് എടുത്ത് വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ടെമ്പിൾ വായിച്ചു. ടെമ്പിള് 2 ഹാഫാണ്. ഒരു ഹാഫ് ഒരു സ്പാനിഷ് മനുഷ്യൻ്റെ ഒരു പള്ളിയിലച്ഛൻ്റെ സൗത്ത് അമേരിക്കയിലെ യാത്രകളും അയാൾ കണ്ട ആളുകളുടെ കഥകളും ഒക്കെയാണ്. അപ്പുറത്ത് വേറെ ഒരു സംഘം US മറീൻസ് ഒരു പഴയ ഒരു ഐഡൽ അന്വേഷിച്ചു പോകുന്നു. അപ്പോൾ ആ ഐഡലിന്റെ കഥ ഈ മാനുസ്ക്രിപ്റ്റിലാണ്. മാനുസ്ക്രിപ്റ്റ് വായിച്ചാണ് അവർ ഐഡൽ ചേസ് ചെയ്യുന്നത്. അതും ഞാൻ ഇതുപോലെ ഓവർനൈറ്റ് ഇരുന്ന് വായിച്ചു തീർത്തു. പുള്ളിയുടെ ഓരോ പുസ്തകവും വരുമ്പം പുള്ളിയുടെ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളെല്ലാം വായിച്ച് തീർത്തിട്ട് പിന്നെ ഓരോ പുസ്തകങ്ങൾ വരുന്നതും കാത്തിരുന്നു. അങ്ങനെ ഒരു 2014 വരെ പുള്ളിയുടെ എല്ലാ പുസ്തകങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 2014 കഴിഞ്ഞിട്ട് പുള്ളി ഇറക്കിയ പുസ്തകങ്ങൾ ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇടിഞ്ഞിടിഞ്ഞ് വരുന്നു. അവസാനത്തെ സാധനത്തിനൊക്കെ ഞാൻ ഫിസിക്സ് പുള്ളി കംപ്ലീറ്റ് ഉപേക്ഷിച്ചു. അതുവരെ പിന്നെ ഇച്ചിരി ഫിസിക്സുമായിട്ട് ചെറിയൊരു ബന്ധമെങ്കിലും ഉണ്ടായിരുന്നു. അവസാനത്തെ ചാപ്റ്ററിൽ ഒരു ഒരു ഇത് ഇന്ത്യാന ജോൺസ് പോലെയാണ്, മറ്റേ ട്രഷർ ഹണ്ടിങ് ടൈപ്പ് സാധനങ്ങളൊക്കെയാണ്. അപ്പം ഒരു അമ്പലം ഇങ്ങനെ ഫ്രീ ഫോൾ ചെയ്യും. ആ അമ്പലം ഭയങ്കര വലിയൊരു മൈൻ ഷാഫ്റ്റിലോട്ട് ഒരു അമ്പലം ഫ്രീ ഫോൾ ചെയ്യും. ആ അമ്പലം ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് അത് താഴെ തട്ടുന്നതിന് മുമ്പ് ആ അമ്പലത്തിന്റെ പടി ഓടി ഇറങ്ങി താഴെ വന്നൊരു സ്വിച്ച് ഇത് ചെയ്യണം. യാതൊരു വിധത്തിലും ഫിസിക്സ് കൊണ്ട് സമ്മതിക്കാത്ത സാധനമാണത്. അപ്പോൾ എനിക്ക് അങ്ങനെ പുള്ളി ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. പേഴ്സണൽ ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഉഗ്രൻ സാധനങ്ങൾ പുള്ളിയുടെ എല്ലാ പുസ്തകങ്ങളും എനിക്ക് സിനിമയായി കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനത്തെ പുസ്തകങ്ങളുള്ള ഒരാള് ഇങ്ങനെ എത്തി എന്നുള്ളതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇനി ഞാൻ ലേഖയ്ക്ക് കൊടുക്കാം. ലേഖ ഞാൻ വായിച്ച അതേ പുസ്തകങ്ങൾ വായിച്ച ആളാണ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് മാത്യു റിലിയുടെ. പക്ഷെ പുള്ളിക്കാരത്തിക്ക് ഇതിനെക്കുറിച്ച് എതിരഭിപ്രായം ഉണ്ടാവും. എനിക്ക് സാൻഡിയാണ്. ഞാൻ ആദ്യം വായിച്ച ബുക്ക് എനിക്ക് തോന്നുന്നു ടെമ്പിൾ ആണെന്നാണ്. ആൻഡ് ഐ വാസ് ഹുക്ഡ്.
അത് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ച സീരീസ് ആണ് സ്കെയർ ക്രോ. പുള്ളിക്ക് 2-3 സീരീസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഒരു സ്കെയർ ക്രോ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. ആൻഡ് ഒരു ഷെയ്ൻ ഷോഫീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഐ തിങ്ക് ഈസ് മെറീൻ ആണ്, യുഎസ് മെറീൻ യു എസ് എയർഫോഴ്സ് മെറീൻ. ആയിരുന്നു, പിന്നെ പുള്ളി മെറീൻ ആയതാണ്. Why I liked the book was, ആ ബുക്ക് ഫസ്റ്റ് ബുക്ക് ഇറ്റ്സ് എ ബിറ്റ് ഓഫ് എ സ്പോയിലർ, പക്ഷെ അതുകൊണ്ട് മേ ബി നെക്സ്റ്റ് 30 seconds you can skip if you don't want to listen to this. ഈ ബുക്ക് വായിച്ചു തുടങ്ങുമ്പം വി ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദിസ് ഗ്രൂപ്പ് ഓഫ് എലീറ്റ് കമാൻഡോസ്. ലൈക്ക് ദേ ജസ്റ്റ് സൂപ്പർ പവർഫുൾ, ഈച്ച് ക്യാരക്ടർ ഇസ് വെൽ എഡ്ജ്ഡ്. അതിൽ ഓരോരുത്തരും യു ഫീൽ ദെയർ പവർ വെൻ യു റീഡിങ്. അതിലൊരു മദർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. She's like this 6-foot African American woman, and she exudes power. There's Libby Gann. സോ സാൻഡി ആണ് ഇത് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം വായിച്ച ബുക്ക് ടെമ്പിൾ തന്നെയായിരുന്നു. എനിക്ക് അതിന്റെ കവർ പേജ് ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ആമസോണിൽ ഒരു ടെമ്പിളും ഒരു പാന്തറോ അങ്ങനെ എന്തോ ആണ് അതിന്റെ കവർ പിക്ചർ. ദാറ്റ്സ് ട്രൂ. ഇത് ഭയങ്കര ഒരു ഇൻട്രീഗിങ് ഇമേജ് ആണ്. അപ്പൊ നമ്മളത് വായിച്ച് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ അതിന്റെ ഇയാള് മാത്യു റെയ്ലി ഹാസ് റിട്ടൺ വേറെ 2 സീരീസ് ഉണ്ട് പുള്ളിക്ക്. ഒരു സ്കെയർ ക്രോവും പിന്നെ ജാക്ക് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 ക്യാരക്ടേഴ്സിന്. ഞാൻ ആദ്യം വായിച്ച സീരീസ് ഇസ് സ്കെയർ ക്രോന്റെ സീരീസ് ആണ്. അതിന്റെ മെയിൻ ക്യാരക്ടർ ഇസ് ഷെയ്ൻ സ്കോഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു US മെറീൻ. ആൻഡ് in this book ഇത് കുറച്ചൊരു സ്പോയിലർ ഉണ്ട്, അതുകൊണ്ട് മേ ബി നെക്സ്റ്റ് 30 seconds. യു നോട്ട് റെഡ് മാത്യു റെയ്ലി അറ്റ് ഓൾ, ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇഫ് യു വോണ്ട് ടു റീഡ് മാത്യു റെയ്ലി എന്ന് തോന്നുവാണെങ്കിൽ നെക്സ്റ്റ് 30 seconds വേണ്ടാന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ ഈ ബുക്ക് തുടങ്ങുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്കെയർ ക്രോന്റെ ഒരു ടീമായിട്ട് എലീറ്റ് ടീം ഓഫ് മെറീൻസ്. സ്കെയർ ക്രോന്റെ ഇൻട്രൊഡക്ഷൻ കൂടെ പറഞ്ഞിട്ട് തുടങ്ങണം. സ്കെയർ ക്രോ എന്ന് പേര് വന്നേക്കുന്നത് പുള്ളിയുടെ 2 കണ്ണിലും ഇങ്ങനെ വെർട്ടിക്കലി ഒരു വെട്ടുണ്ട്. മറ്റേ ടെററിസ്റ്റ് പുള്ളിയെ ഏതോ ഒരു എനിമി കൺട്രിയിൽ പുള്ളി അകപ്പെട്ടു പോയിട്ട് അവർ ടോർച്ചർ ചെയ്താണ് റേസർ ബ്ലേഡ് കൊണ്ട് കണ്ണ് വെർട്ടിക്കലി വെട്ടിയിട്ട്. അപ്പൊ പുള്ളി അതിന്റെ മുകളിൽ കൂടെ സിൽവർ റാപ്പർ ഓൺ ഗ്ലാസസ് എപ്പോഴും വെച്ച് ആ സ്കാർ മാർക്ക് ചെയ്യും. പക്ഷെ സ്കെയർ ക്രോ എന്ന് വിളിക്കുന്നത് കണ്ണിൽ ഇങ്ങനെ സ്കെയർ ക്രോയുടെ പോലെ പ്ലസ് സൈൻ ആണ് കണ്ണ്, അതുകൊണ്ടാണ്. അപ്പൊ this is what you're introduced to, okay? എന്നിട്ട് ഇയാൾക്കൊരു ഗ്രൂപ്പ് ഓഫ് കമാൻഡോസ് ഉണ്ട്, ഈക്വലി പവർഫുൾ. ഇറ്റ്സ് ജസ്റ്റ് അത് വായിക്കുമ്പോൾ there is an adrenaline rush when you're introduced to each of these characters. ഇതിൽ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഇസ് മദർ എന്ന് പറഞ്ഞിട്ട് ഒരു 6 അടി പൊക്കം കണ്ടുള്ള ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ലേഡിയാണ്. മുടി ഫുൾ ഷേവ്ഡ് ആണ് അവര്. ഷീസ് ജസ്റ്റ് മൊമെന്റ് ഷീ വാക്സ് ഇൻ ആൻഡ് ഈ മദർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, വായെന്ന് വരുന്ന പച്ചക്കറിയാണ് അവരുടെ. അല്ല അത് പറയുന്നുണ്ടല്ലോ, ദ നെയിം മദർ ഹാസ് നത്തിങ് മെറ്റേണൽ ടു ഇറ്റ്, ഇറ്റ് ഈസ് ഷോർട്ട് ഫോർ മദർ എഫ്. അതാണ് പുള്ളിക്കാരത്തി, അതാണ്. ആൻഡ് ഷീസ് ലൈക്ക്, ആൻഡ് ഇതൊന്നും അല്ല പുള്ളിക്കാരിക്ക് നമ്മൾ ഈ പഴയ സിനിമയിൽ നമ്മള് ബാബു ആന്റണി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പവർ ഉണ്ടല്ലോ, ആ ഒരു ഇഫക്റ്റ് ആണ് മദറിന് ഈ സ്കെയർ ക്രോ സീരീസിലുള്ളത്. There is another agent called Libby Gann, Fox എന്നുള്ളത്. ഇവരൊക്കെയാണ് ഈ ടീം. I think there are a few other people as well, but and funny bit is ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഇവരുടെ ഫാമിലി, മദറിന്റെ ഹസ്ബൻഡ് ഇസ് എ വെരി മദറിനെ പോലെ അല്ലാത്തൊരു ക്യാരക്ടർ, വെരി ജെന്റിൽ ഡാഡ് ആണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട് ഇതില്. ഈ ലിബി ഗാൻഡും സ്കെയർ ക്രോവും ഒരു ഓൾമോസ്റ്റ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണ്. ഐ തിങ്ക് ദർ ഇൻ എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, എന്റെ ഓർമ്മ ശരിയാണ്. ഈ ബുക്ക് ഞാൻ വായിക്കുന്നത് മൈസൂർ ഇൻഫോസിസിൽ വെച്ചിട്ടാണ്. ഈ ബുക്കിന്റെ ഫസ്റ്റ് ബുക്കിൽ ഇവർ മുഴുവൻ എല്ലാവരും ഉണ്ട്. ഐ തിങ്ക് മദർ ലൂസസ് ഹർ ലെഗ് ടു എ ഷാർക്ക് അറ്റാക്ക് ഓർ സംതിങ്. അത് ഫസ്റ്റ് ബുക്കിലാണെന്നാണ് എന്റെ ഓർമ്മ. ഷീ ലൂസസ് ഹർ ലെഗ്. എന്നിട്ട് ഐ തിങ്ക് നെക്സ്റ്റ് ബുക്കിൽ വരുമ്പോൾ ഷീസ് ഗോട്ട് പ്രോസ്തെറ്റിക് ലിംബ്സ് ആൻഡ് ഓൾ, ബട്ട് ഷീ സ്റ്റിൽ ബാഡ് ആസ്. അപ്പൊ നമ്മൾ ഈ ഇവര് തമ്മിലുള്ള ഡൈനാമിക്സ് നമുക്ക് ഭയങ്കര, നമ്മൾ ഇൻവെസ്റ്റഡ് ആണ് ഈ ഡൈനാമിക്സിൽ. സെക്കൻഡ് ബുക്കിന്റെ 3ാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ ലിബി ഗാൻഡിനെ ഒരു മയോ ഇല്ലാണ്ട് മാത്യു റെയ്ലി തല വെട്ടി കൊല്ലും. 3ാമത്തെ ബുക്കില ഏരിയ 7 ലിബി ഉണ്ടല്ലോ, സ്കെയർ ക്രോയിലാണ് ലിബിയെ കൊല്ലുന്നത്. അപ്പൊ ഈ എനിക്ക് ഓർമ്മയുണ്ട്, രാത്രി ഞാൻ ഈ ബുക്ക് വായിച്ചത്. എന്നിട്ട് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ നടന്നു കഴിയുന്നു. അപ്പൊ നമ്മൾ ബുക്ക് അടച്ചു. എന്നിട്ട് നമുക്കൊരു ട്രോമയാണത്. എന്നിട്ട് പിറ്റേ ദിവസം ഓഫീസിൽ എനിക്കൊരു സാൻഡി ഈ ബുക്ക് ഓൾറെഡി വായിച്ചിട്ടുണ്ട്. എനിക്ക് ക്ലൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളിയാന്ന് പറഞ്ഞ് വിട്ടതാണ് എന്നെ. ഞാൻ രാവിലെ വന്ന്
ഈ പറഞ്ഞ പോലെ കുടുംബത്തിലാരോ മരിച്ച മോൻ മുഴുവൻ ബി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇത് എന്ത് കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കൊല്ലണ്ടേന്ന്. എനിക്കിത് ഒട്ടും സഹിക്കാൻ വയ്യ. ആൻഡ് throughout, I think until the end of the book, I had a feeling she might be revived, she might come back, but she doesn't. Libby is over. Okay. നമ്മളെ ഇങ്ങനെ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആക്കുന്ന ഒരു ബുക്കാണ് മാത്യു റെയ്ലി എഴുതുന്നത്. ആൻഡ് ഇതിലും നല്ലൊരു സീരീസ് ആണ് ജാക്വസ് സീരീസ്. ഷോഫീൽഡ് സീരീസ്, സ്കെയർക്രോ സീരീസ് എല്ലാം ഇങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ മോഡലിലാണ് മുഴുവൻ. വെരി ലിറ്റിൽ കോൺസ്പിറസി, ഗ്രൗണ്ടഡ് സയൻസ് ഫിക്ഷൻ ആണ്. ഗ്രൗണ്ടഡ് സയൻസ് ഫിക്ഷൻ ആണ്. ദാറ്റ് ഐ അഗ്രി. when you come to Jack West series, അതിലാണ് എനിക്ക് തോന്നുന്നു സാൻഡി ഓൾസോ ഹാസ് പ്രോബ്ലംസ് വിത്ത് ആ ഒരു ഇതില്. there is no science. പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ ഗോ ടു പുഷ് ആണ്. ഫിസിക്സ് ഒക്കെ പോർന്ന് അത്. പക്ഷെ ഐ ഹാവ് എ തിയറി ഇതില്. അങ്ങനെ നോ, അങ്ങനെയല്ല. കാരണം ഇതൊരു ഫാന്റസി റെലമിൽ നിന്ന് എഴുതുന്ന ബുക്കാണ്. ദർ ആർ മിനറ്റോർസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദിസ് ബുക്ക്. മിനറ്റോർസ് വരുന്നൊരു ബുക്കില് ഫിസിക്സ് ഒക്കെ ലോ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് അക്രമമാണ്. അത് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് പ്രശ്നം. നമ്മള് അപ്പൊ മിനറ്റോർ ഓക്കെ, പക്ഷെ ഫ്രീ ഫോളിങ് ഇതിൽ കൂടെയൊക്കെ ചാടാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. പിന്നെ അതുമാതിരി സ്കെയർക്രോന്റെ സീരീസില് എനിക്ക് ഫിസിക്സിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഇവർക്കൊരു വെപ്പൺ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് മാഗ് ഹുക്ക്. മാഗ് ഹുക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഈ ലിബി ഗാൻഡും സ്കെയർക്രോയും കൂടെ യൂസ് ചെയ്യുമ്പോൾ 2 മാഗ് ഹുക്ക്. ഇതൊരു എനിക്ക് 15 മീറ്റർ നീളമുള്ള റോപ്പിന്റെ അറ്റത്ത് ഒരു റാങ്കർ ഷേപ്ഡ് മാഗ്നറ്റിക് പിസ്റ്റൺ ഫയർഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോക്കിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, അത് വെച്ചിട്ട് ഇതിനെ അടിച്ചുവിടും മാഗ് ഹുക്കിനെ. അതിന്റെ കേബിൾ ഉണ്ട്. എന്നിട്ട് ഈ മാഗ് ഹുക്ക് ഇത് ഗ്രാപ്ലിംഗ് ഹുക്കും ആണ്, അതേപോലെ മാഗ്നറ്റിക്കും ആണ്. നല്ല പവർഫുൾ മാഗ്നറ്റ് ആയതുകൊണ്ട് പോയി മെറ്റലിലാണെങ്കിൽ ഒട്ടിയിരിക്കും, ഗ്രാപ്പിൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിലൊരു സീക്വൻസില് ഈ ഫസ്റ്റ് 2014 വരെ വായിച്ച് ഇഷ്ടപ്പെട്ട ആൾക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് ബുക്കില് ഈ ലിബി ഗാൻഡും സ്കെയർക്രോവും കൂടെ 2 അറ്റത്തുനിന്ന് 2 മാഗ് ഹുക്ക് വിട്ട് സീലിംഗിൽ പോയി 2 കൂടെ ഒരുമിച്ച് ഒട്ടി നിൽക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് വായിച്ചപ്പോ ഒന്നും ഇല്ലാത്ത വിഷമമൊന്നും ജാക്വസ് സീരീസിൽ ഫ്രീ ഫോളിംഗ് അമ്പലത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു ഇത്. ബട്ട് ഫിനിഷ് യുവർ തോട്ട്, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പൊ why I like Matthew Reilly. Matthew Reilly, he's also got these wonderful little ഹെൽ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പഴയ സാധനമാണ്, പക്ഷെ ഉഗ്ര സാധനമാണ്. അതിലാണ് സോ നൗ തിങ്കിങ് ബാക്ക്, ദി മിനറ്റോർസ് were first introduced in Hell Island. അതിൽ സ്കെയർക്രോ ആണ് ഹെൽ ഐലൻഡിൽ എത്തുന്നത്. And at some point later, Jackpot സീരീസിൽ these minotaurs are reintroduced. അപ്പൊ അതിൽ ഹെൽ ഐലൻഡിലെ മിനറ്റോർസ് വില്ലൻസ് ആയിരുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. ജാക്വസ്റ്റ് സീരീസിൽ വരുമ്പം വലിയൊരു മിനറ്റോർ ഇയാളുടെ ജാക്വസ്റ്റിന്റെ ഗ്രൂപ്പില് പിന്നെയും വരുന്നുണ്ട്. ദീസ് ബുക്സ്, ഡിസ്പൈറ്റ് ദീസ് ഫിസിക്സ് ഡിഫൈങ് തിയറീസും ലോകത്തെ എങ്ങും കേൾക്കാത്ത കുറെ കോൺസ്പിറസി തിയറീസും ഒക്കെയാണ് ഇതിൽ മൊത്തം ജാക്വസ്റ്റിന്റെ സീരീസിൽ. ആൻഡ് ഡിസ്പൈറ്റ് ഓൾ ദാറ്റ്, what brings me close to these books is ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇറ്റ്സ് എ മോട്ട്ലി ക്രൂ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഗ്രൂപ്പാണ്. ബട്ട് ദർ ഓൾ വെരി സുപ്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. ഇവര് തമ്മിലുള്ള ഡൈനാമിക്സും ഇവര് തമ്മിലുള്ള ദർ ഇസ് എ ലോയൽറ്റി ദാറ്റ് ഹി കീപ്സ് ബ്രിങ്ങിങ്. അവർക്ക് ബാക്കി ഈ ടീമിലുള്ളവർക്ക് വേണ്ടി അവരെന്ത് ചെയ്യും എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മേ ബി എനിക്ക് ഈ ഫിസിക്സ് ഡിഫൈങ് കാര്യങ്ങളൊക്കെ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. I think Sandy, you've also outgrown fiction എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. You've moved on to a different with age. നമുക്ക് പറയുന്ന പോലെ നമ്മളെ കുറച്ചുകൂടെ so I think ഞാൻ ആക്ച്വലി അത് കാരണം ഞാനിതൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തതാണ്. തിരിച്ചു പോയിട്ട് ഒരിക്കൽ കൂടി ടെമ്പിളോ ഐ സ്റ്റേഷനോ എന്തെങ്കിലും ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു എന്ന് എനിക്കൊന്ന് നോക്കിയാൽ കൊള്ളാറുണ്ട്. And why Matthew Reilly is very dear to me is because പുള്ളി ഇവിടെ പെർത്തിൽ വന്ന് I think he's come here around 2 or 3 times. Every time he's been here for a book signing, I've gone and met him personally. He's very and you got me one book that is signed one, അല്ലേ? the tournament. പക്ഷെ ഭയങ്കര നല്ല ബുക്ക്. അതൊരു ഡിഫറെന്റ് ബുക്ക് ആയിരുന്നു.
ഉം. ഡിഫറെന്റ് ബുക്കായിരുന്നു അത്. ക്വീൻ വിക്ടോറിയന്റെ സ്റ്റോറി ക്വീൻ അതെ അതെ അതെ. എലിസബത്ത് എലിസബത്ത് വൺ എലിസബത്ത് എലിസബത്ത് എലിസബത്ത്. വണ്ണിന്റെ സ്റ്റോറി ആയിരുന്നു. ചെസ് കളിക്കുന്ന അപ്പൊ അത് ചെസ് കളിക്കുന്നത്. ആക്ച്വലി അതില് ഒരു കാര്യം അഗൈൻ സോറി ഇത് ഡൈഗ്രസിങ്. ആ ബുക്കില് പുള്ളി കുറച്ച് ഫിലോസഫി കളിയാണ് ഇടയ്ക്ക്. ഇതിന്റെ അകത്ത് ക്വീൻ എലിസബത്ത് ഇസ്താൻബുളിൽ ഒരു ചെസ് ടൂർണമെന്റിന് പോകുന്നതാണ്. പുള്ളിക്കാരത്തിയും പുള്ളിക്കാരത്തിയുടെ ട്യൂട്ടർ, ഐ ഫർഗെറ്റ് ഹിസ് നെയിം, ഷാൽമെയിൻ, റോജർ സംബടി എഷാം or something അങ്ങനെ എന്തോ റോജർ എഷം, റോജർ I എഷാം. don't പുള്ളിക്കാരത്തിന്റെ ട്യൂട്ടറാണ്. ആൻഡ് ദേ ഗോ. അപ്പൊ അന്ന് ക്വീൻ എലിസബത്ത് ഇസ് നോട്ട് ഇൻ ലൈൻ ടു ബി ദ ക്വീൻ ബിക്കോസ് പുള്ളിക്കാരത്തിന് മുമ്പിൽ ദർ ആർ ഫ്യൂ പീപ്പിൾ, നോ വേ ഷീസ് ഗോയിങ് ടു ബി ദ ക്വീൻ. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ ഫ്രീ റീനായിട്ട് വിട്ടേക്ക് കടന്നു. അപ്പൊ ദേ ഗോ ഇസ്താൻബുളിൽ പോകുമ്പം ഇറ്റ്സ് വെരി റെലവെന്റ് ഇൻ കുറെ കോണ്ടെക്സ്റ്റില്. ഷീ ഇസ്താൻബുളിലെ രാജാവ് സുൽത്താൻ ഓട്ടോമൻ, ഹി ടോക്സ് ടു ഹെർ ഇൻ ബ്രോക്കൺ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വളരെ ആക്സെന്റഡും കുറച്ച് ബ്രോക്കൺ ആണ്, ഗ്രാമർ കറക്റ്റ് അല്ല. അപ്പൊ ഈ പുള്ളിക്കാരത്തി അത് ഭയങ്കര ഫണ്ണി ആയി തോന്നി. ഈ രാജാവിന് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, ഹെ 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 എന്നിങ്ങനെ എന്തൊത്തിരി സ്നാർക്കി, ഷി മേക്സ് എ വെരി സ്നാർക്കി കോമെന്റ്. സോ ഹെർ ട്യൂട്ടർ ടേൺസ് അറൗണ്ട് ആൻഡ് സേസ് he has an advantage over you. He speaks your language. You don't speak his language. Doesn't matter. പുള്ളിക്കാരന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നീ പറയുന്നത് മനസ്സിലാക്കാൻ മാത്രമാണ് ആ ലാംഗ്വേജ്. ആൻഡ് ദാറ്റ് സംതിങ് ഐ തിങ്ക് നമ്മൾ എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ്. ചിലർ ആക്സെന്റോടെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഓ അവന് ആക്സെന്റ് ഉണ്ട്. ഇറ്റ്സ് വെരി കോമൺ. നമ്മൾ ഇന്ത്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. ദ ഡിഫറൻസ് ഇസ് അയാൾക്ക് നിങ്ങളുടെ ഭാഷ അറിയാം, നമുക്ക് ആ ഭാഷ അറിഞ്ഞൂടാ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് മാത്യു ഡൽഹിന്റെ ഭയങ്കര ഇഷ്ടമാണ്. സേട്ടാ എന്ന് പറയുന്നവരെ കളിയാക്കരുത്. കാരണം ബംഗാളി തിരിച്ച് സംസാരിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതാണ് എനിക്കൊരു വലിയ ടേക്ക് അവേ ആയിരുന്നു അത്. എനിക്ക് ആ വായിച്ച സമയത്തും ഞാൻ ഓസ്ട്രേലിയക്ക് ജസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ ആക്സെന്റ് മൊത്തത്തിൽ എനിക്ക് പ്രശ്നമായിരുന്നു. നമ്മൾ പറയുന്ന പല വാക്കുകളും ഇവിടെയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ പ്രശ്നമുള്ള ഒരു ഞാൻ തന്നെ, നമുക്ക് തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ, മൈ ലാംഗ്വേജ് ഇസ് നോട്ട് ഗുഡ് ഇനഫ് എന്ന് തോന്നിയിരുന്ന ഒരു കാലത്താണ് ഞാനത്. ഞാൻ ആലോചിച്ചു ശരിയാണ്, നമുക്ക് മലയാളം അറിയാം, ഹിന്ദി അറിയാം. That reminds me of a quote. Never laugh at a person who mispronounces a word because he read it somewhere. Right. But Matthew Riley to me is still amazing. Physics defying, yes or no. He's still other prolific ആയിട്ട് ഇപ്പൊ അങ്ങനെ എഴുതുന്ന once in 2 or 3 years he's had a personal tragedy. Right. And he moved ഇവിടെ നിന്ന് I Australia. think that's the point where my connect with him got broken. So I don't think he's been COVID മുമ്പ് I think he moved to Los Angeles or something for a movie or Netflix series. പുള്ളി എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡ് ഓഫ് തിങ്സിലേക്ക് മൂവ് ചെയ്തിട്ട് എഴുത്തപ്പത്തിരി കുറവാണ്. ബട്ട് അമേസിംഗ് ഓഥർ. ജാക്വസ് സീരീസ്, സ്കെയർപ്രോ സീരീസ്, ടെമ്പിൾ ടൂർണമെന്റ്, ഇതൊക്കെ ഓക്കെയാണ്. There was one with the dinosaurs. Dinosaur അല്ല, മറ്റേത് ഡ്രാഗൺസ്. The Great Zoo of China. The Great Zoo of China. അതും ആക്ച്വലി അടിപൊളിയാണ്. He also gives very പുള്ളിക്കാരുടെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് കുത്തുവിളക്ക് ക്യാരക്ടേഴ്സ് എന്നുള്ളത് മറ്റൊരു വേറൊരു നോട്ടബിൾ കാര്യമാണ്. എനിക്ക് ആക്ച്വലി ഇത് ഗ്രേറ്റ് സൂ ഓഫ് ചൈനയിലെ ലീഡ് ക്യാരക്ടറിനെ ഒട്ടും ഐ ഫെൽറ്റ് ഷീ ട്രൈഡ് ടു മേക്ക് ഹർ ഓവർലി കൂൾ ആൻഡ് ഐ ലോസ്റ്റ് ദ റിയാലിറ്റി ഓൺ ദാറ്റ് ക്യാരക്ടർ. പക്ഷെ ഒരു ആക്ഷൻ ബുക്ക് മൂവിയില് ഒരു ഫീമെയിൽ ലീഡ് ലെഡ് ഈ ബുക്ക് ഇറ്റ്സ് വെരി റെയർ. That I agree. അപ്പം to me that was like girls can be cool too എന്നുള്ളൊരു മെസ്സേജ് ആണ് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. So that brings me to the second author. Matthew Riley കഴിഞ്ഞോ? Anybody wants to add anything? ആകെ Matthew Riley സൂപ്പർ ആണ്. അല്ലല്ല, ഞാൻ ടെമ്പിൾ വായിച്ചു. ടെമ്പിൾ വായിക്കണം എന്നുള്ളതുകൊണ്ട് വായിച്ചതാണ്. എനിക്ക് എന്നെ ഒട്ടും എന്താ പറയുക, ഓണസ്റ്റ്ലി ഇമ്പ്രസ് ചെയ്തിട്ടില്ല മാത്യു റൈലി. അപ്പോൾ പുള്ളിയുടെ കുറേ കൂടി മോഡേൺ ബെറ്റർ ബുക്കാന്ന രീതിയിലാണ് ഞാൻ ആക്ച്വലി മോസ്റ്റ് റീസെൻറ്റ് വൺസിൽ ഒരെണ്ണം വന്നിട്ട് ടൂർണമെൻറ്റ് സെലക്ട് ചെയ്തത്. ടൂർണമെൻറ്റും എന്നെ അങ്ങ് ഇമ്പ്രസ് ചെയ്തില്ല. അവന് ഒരു പകുതിയോളം അത് DNF ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെയാണ്. ഐ സ്റ്റേഷൻ വായിച്ചു തുടങ്ങിയായിരുന്നു. ഐ സ്റ്റേഷൻ എനിക്കും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ചില ഇപ്പോൾ ഈ റീസെൻറ്റ് ഗ്രൂപ്പ് ഓഫ് മലയാളം ആക്ഷൻ റൈറ്റേഴ്സ് ഉണ്ടല്ലോ, സാൻഡി മൈറ്റ് നോ ഹു ഐ എം റെഫറിങ് ടു. ഐ മീൻ
എനിക്ക് അതുപോലെ തോന്നിയത്. കുറച്ച് അമേച്ചറിഷ് റൈറ്റിംഗ്. കാരണം ഈ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെ ആയിരിക്കാം. കാരണം റീസെൻ്റ്ലിയാണ് വായിച്ചത് ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ബുക്ക് കുറച്ച് കാലമായിട്ട് ഇരുന്നിട്ട് ഈ രണ്ട് പുസ്തകവും ടെമ്പിളും ഇതും ഞാൻ വായിച്ചു തീർത്തത് അങ്ങനെയാണ്. ടെമ്പിൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദി ദി സ്പാനിഷ് പാട്ട്. ഓൾഡ് പാർട്സ്, സ്പാനിഷ് പാർട്ട്, കോൺക്വിസ്റ്റഡോസ് വരുന്ന ആ സമയം അത് നല്ലതായിരുന്നു. പക്ഷെ മോഡേൺ ടൈം വന്നപ്പോൾ ഇതേപോലെ തന്നെ ജയ് ബാലയ്യ എന്നൊന്നും ഞാൻ പറയൂല. കാരണം ഇറേസറും മറ്റേ ആർണോൾഡിൻ്റെ പഴയ സിനിമകൾ കണ്ടാൽ മതിയല്ലോ നമുക്കിപ്പോൾ. ഈ പഴയ ഹോളിവുഡ് ഫ്ലിക്സ് ഇപ്പോഴായാൽ പോലും ലൈക്ക് ജെയിംസ് ബോണ്ടിൻ്റെ പിയേഴ്സ് ബ്രോസ്നൻ ഇറ വരെയുള്ള സാധനങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ളത് വന്നത് കാസിനോ റോയൽ റീബൂട്ട് ചെയ്തപ്പോഴല്ല. അല്ലേ ഇപ്പോഴും മാർവൽ മൂവി ഫിസിക്സ് ആണ് എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. മാർവൽ മൂവീസ് പിന്നെ നമുക്ക് പറയാം അത് സൂപ്പർ ഹീറോസ് ആയിരുന്നു, മറ്റേത് റഷ്യയിൽ ട്രെയിൻ ചെയ്ത സ്പൈ, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ചിറ്റോറിയുടെ Minotaurs. ആ ഓക്കെ Minotaur. മിനറ്റോസ്. അല്ല അത് വിഷയമല്ല. അത് ഫാന്റസിയുടെ കേസിൽ എന്തും വരാം, കുഴപ്പമില്ല. ഫിസിക്സിന്റെ കാര്യം വരുമ്പോൾ ഇന്ത്യാന ജോൺസിന്റെ കേസ് ഇതുപോലെ തന്നെ വരാം. ഈ ഫിസിക്സ് അല്ല ഇതിനകത്തുള്ള പ്രശ്നം വരുന്നത്. ഇതിനകത്ത് കുറച്ച് വിശ്വസിക്കാൻ പാടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രൊഫസർ ഇൻ ലിംഗ്വിസ്റ്റിക്സ് അല്ലേ, ആ ക്യാരക്ടർ ആയിരുന്നല്ലേ നമ്മുടെ വില്യം റേസ്. ടെമ്പിളിനകത്ത്. വില്യം റേസ്. വില്യം റൈസ് ആക്ച്വലി പുള്ളി ഹി ബിക്കംസ് ഇൻ ദ ഫുൾ ഫ്ലെജ്ഡ് ആക്ഷൻ സ്റ്റാർ ബൈ ദ എൻഡ് ഓഫ് ദി യുനോ. അതൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. കാരണം അതൊക്കെ റിവീൽ ചെയ്യുന്നത് ബിക്കോസ് ഹി വാസ് ഇൻ ടു സ്പോർട്സ് ഓർ ആക്ച്വലി പുള്ളിക്ക് ഫിസിക്കലി എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നും നമുക്ക് അറിയില്ല. പുള്ളിക്കൊരു മീൻസ് അങ്ങനെ ഒരു എന്താ പറയുക, ആളൊരു ജോക്കായിരുന്നു. മൈൽഡ് മാനേർഡ്. മൈൽഡ് മാനേഡ് ആയിട്ടൊരു ആളാണ് പുള്ളി. പെട്ടെന്ന് അങ്ങ് ഒരു അപ്പാഷെ ഹെലികോപ്റ്ററിന്റെ മുകളിൽ നിന്നൊക്കെ ചാടി കയറി ഇതൊക്കെ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ, ആൻഡ് ഓൾസോ ഒരു വെപ്പൺസ് ട്രെയിനിങ് ഇല്ലാത്ത ആൾ വെപ്പൺ യൂസ് ചെയ്യുന്ന കേസൊക്കെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി അത് റിയലിസ്റ്റിക് അല്ല. അതുകൊണ്ടാണ്, അല്ലാതെ ഇപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. അത് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രായത്തിൻ്റെ മാത്രമല്ല, നമ്മളൊരു ഓതറെ സമീപിക്കുമ്പോൾ അയാളുടെ ഏത് ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നമ്മൾ അയാളെ എങ്ങനെ ഗ്രോ ചെയ്തു എന്ന് അറിയണമെങ്കിൽ പുള്ളിയുടെ ആദ്യത്തെ ബുക്ക് മുതൽ ഈവൻ നമ്മുടെ ഈ ഡിസ്കഷൻ്റെ ചിലപ്പോൾ ബേസ് പോലും അങ്ങനെയായിരിക്കും. കാരണം ആക്ച്വലി ഓതർ ഹു സ്റ്റാർട്ടഡ് ഇൻ ടു ദ ഗ്രാഫ് ആക്ച്വലി വെൻ ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വായനയുടെ ക്രോണോളജി കൂടി നോക്കണം. പുള്ളിയുടെ ബുക്കിൻ്റെ ക്രോണോളജി മാത്രമായിരിക്കില്ല ചിലപ്പോൾ. അതുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അനൂപിന് വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയുള്ള കാര്യം ഇന്നാണ് അറിയുന്നത്. Lake has taken that personally. അതെ, അതായത് കണക്ക് പുറത്ത്. അയ്യോ, ഞാൻ ഒരെണ്ണം വാങ്ങാം. ഇല്ല ഞാൻ വായിച്ചില്ല. ഞാൻ ഓണസ്റ്റ്ലി പറയാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മാത്യുവറിൽ ഇപ്പം ഈ മറ്റേ സ്കെയർക്രോയുടെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അതൊന്നുകൂടി സമീപിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഓണസ്റ്റ്ലി. നൈറ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഏരിയ 7 നല്ലതാന്ന് കേട്ടിരുന്നു. അപ്പോൾ ഏരിയ 7 is okay. ഏരിയ 7 കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആണ്. എനിവേസ്, ആഫ്റ്റർ മാത്യുവലി അടുത്ത ആളിലേക്ക് പോയല്ലോ. അടുത്ത ആള് വലിച്ചിടാം. ഡാൻ ബ്രൗണിന്റെ ഡാവിൻചി കോഡ്, ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് ഒക്കെ വായിച്ച് ഇങ്ങനെ നല്ല നല്ല ത്രില്ല് അടിച്ചിരുന്ന് കഴിഞ്ഞിട്ടാണ് മറ്റേ എന്താണ് ലോസ്റ്റ് സിംബലും വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, ലോസ്റ്റ് സിംബലും ഇൻഫേണോ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. കൂടെ അങ്ങ് കൊണ്ടുപോയി മറ്റേ ഡാൻഡെ അലിഗറിയുടെ ഇതൊക്കെ വെച്ചിട്ട്. ലോസ്റ്റ് സിംബലൊക്കെ വന്നു കഴിഞ്ഞപ്പോ വാട്ട് ഈസ് ദ പോയിന്റ്, എന്തിനാണ് പുള്ളി ഇതിന്റെ പിറകെ പോയത് എന്നുള്ള ഒരു രീതിയിലായിപ്പോയി. AI ഉള്ളത് ലോ സിമ്പിളാണോ? അല്ല, ഡിജിറ്റൽ ഫോട്ടോസ് അത് ഡിജിറ്റൽ ഡിജിറ്റൽ ഫോട്ടോസ് ഫോട്ടോസ് അല്ല, ഡിജിറ്റൽ digital ഫോട്ടോസ് photos മറ്റേതാ. ഡിജിറ്റൽ ഫോട്ടോസ് ക്രിപ്റ്റോഗ്രഫി ക്രിപ്റ്റോഗ്രഫി. ഏറ്റവും റീസെന്റ് ആയിട്ട് ഡിസെപ്ഷൻ വന്നത്. പോയിന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് വലിയ ഗുണമല്ലായിരുന്നു. Okay. അത് പക്ഷേ പ്രീ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് ആയിരുന്നു. ഒരു കല്ല് വന്ന് വീണിട്ട് കല്ല് എടുത്തിട്ട് അത് മീറ്റിയർ ആണ്, സ്ട്രേഞ്ച് എലിമെന്റ് ആണെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതായിരുന്നു ഡിസെപ്ഷൻ പോയിന്റ്. അതും ഓക്കെ ആയിരുന്നു. ഓക്കെ, എന്താണ് സാൻഡി കണ്ടിന്യൂ ചെയ്തോളാം, ഞാൻ ആലോചിച്ചെടുക്കട്ടെ അത് ഏതാണ്. അപ്പം പ്രത്യേകിച്ചും ആ ലോസ്റ്റ് സിമ്പിളൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇയാള് ഇത്രയും കഷ്ടപ്പെട്ട് ഈ അവസാനം വരെ ഓടിയത് ഇതിനായിരുന്നു. അയാള് ക്ലൂ ഇട്ടത് പിന്നെ എന്തിനായിരുന്നു? റേസ് അഗെയിൻസ്റ്റ് ടൈം ഒക്കെ വെച്ചത് എന്തിനായിരുന്നു? ചുമ്മാ കഥയുണ്ടാക്കാനാ എന്നുള്ള രീതിയിലായിപ്പോയി അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പം ഐ തിങ്ക് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ്, ടു മീ പേഴ്സണലി എനിക്ക് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് ആണ് ഡാവിൻചി കോഡിനേക്കാളും കൂടുതൽ ഇഷ്ടം. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് തോന്നിയത് പുള്ളിയുടെ സ്റ്റാൻഡേർഡ്സ് ഇടിയുന്നു എന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
എനിക്ക് ആക്ച്വലി ഡാവിഞ്ചി കോഡാണ് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് ഭയങ്കര അതിൽ ആക്ച്വലി ദേ ഹാഡ് ദീസ് സിമ്പിൾസ് ഫയർ വാട്ടർ എന്ന് പറഞ്ഞ ടാറ്റൂമാരെ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നില്ലേ വിച്ച് വാസ് ലൈക്ക് അത് ഏഞ്ചൽസ് ആൻഡ് ആംബിഗ്രാംസ് ഡീമൺസിൽ ആ അത് ആംബിഗ്രാം ആംബിഗ്രാം ആംബിഗ്രാംസ് വിച്ച് വാസ് ഓൾ വെരി ഇൻട്രസ്റ്റിംഗ്. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഐ ലൈക്ക് ഇയാളത് അവസാനം കൊണ്ട് കല ഉടച്ച വരെയായി പോയി. എനിക്ക് അതിന്റെ ക്ലൈമാക്സ് വായിച്ചപ്പോ ഐ വാസ് വെരി ഡിസപ്പോയിന്റഡ്. ലൈക്ക് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് ഇതിനായിരുന്നു എന്നുള്ള സെയിം ക്വസ്റ്റ്യൻ എനിക്ക് ബിക്കോസ് ഞാൻ ഡാവിഞ്ചി കോഡ് വായിച്ചിട്ടാണ് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് വായിക്കുന്നത്. കാരണം ഡാവിഞ്ചി കോഡ് ഇറങ്ങിയ സമയത്ത് there was a huge uproar if you remember that era. ചേർച്ചും ആൾക്കാരും ഇത് വായിച്ചവരാണോ ആള് കൂട്ടുന്നത്, വായിക്കാത്തവരാണോ ആള് കൂട്ടുന്നത്, ചർച്ചിലുള്ളവർ വായിച്ചിട്ടുണ്ടോ, ഇത് വായിച്ച ഇപ്പൊ വട്ടിക്കാൻ ഇടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വസിക്കേണ്ടവർ എന്തായാലും വിശ്വസിക്കും. ഇതൊക്കെ കോൺസ്പിറസി തിയറി എന്ന് സാമാന്യ ബുദ്ധിയുള്ളവരാണ് ഇത് ബുക്കുകൾ വായിക്കുന്നത്. ബുക്കുകൾ വായിച്ചവർക്ക് ഇതുകൊണ്ട് ചർച്ചിൽ സംശയിച്ച് ചർച്ചിൽ പോകാതിരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ദർ വാസ് എ ഹ്യൂജ് ഹൂഹ. അതിപ്പം PR ആവാം. അന്ന് ഞാൻ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന സമയത്താണ്. നമുക്ക് അത്രയൊന്നും ബുദ്ധിയൊന്നും ഇല്ല, അത്ര എക്സ്പോഷറും ഇല്ല ഇത് PR ആണോ എന്ന് പോലും അറിയാനുള്ളത്. നമ്മുടെ വിചാരം ഇത് എന്തോ ഇതുണ്ട്, ഇതിലൊക്കെ സത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ബുക്ക് വായിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിത് ഒരിക്കൽ എവിടത്തെ വാങ്ങിച്ചു, ഇതൊരു നാട്ടിൽ ഇത് ബാൻ ചെയ്യുന്നൊക്കെ ഒരു കഥ വന്നിരുന്നു. ബാൻ ചെയ്യണം, അപ്പൊ ഇത് ബാൻ ചെയ്താൽ വായിക്കാൻ പറ്റില്ല. അത് സിനിമ ഇറങ്ങിയപ്പോഴാണ് ബാൻ ചെയ്യുന്നത്. അതെ 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 അതാണ് ആ ബുക്ക് വന്നത്. പുസ്തകത്തിന് ആരും വലിയ ഇതൊന്നും കൊടുത്തില്ല. കാരണം ഇതൊന്നും വായനാശീലം ഇല്ലായിരുന്നു. ഇല്ലല്ലോ. സിനിമ അത് ഇറങ്ങിയപ്പോഴാണ് അപ്രോർ അത് വന്ന മുഴുവൻ. സിനിമയിലെ ടോർച്ചർ സീൻ മാത്രമാണ് അവർക്ക് പ്രശ്നമായിരുന്നത്. അത് സെൽഫ് ടോർച്ചർ അല്ലേ, കോർപ്പോറൽ മോർട്ടിഫിക്കേഷൻ അതായിരുന്നു. അല്ല അത് പള്ളിയിലൊക്കെ ചേർച്ച് ബാൻ ഉള്ളത്. ചെയ്യണമെന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചേർച്ച് ബാൻ ചെയ്യണമെന്ന് എനിക്കറിയാവുന്ന പറഞ്ഞു. ഒരുപാട് ഫ്രണ്ട്സിന്റെ പള്ളിയിൽ നിന്നൊക്കെ പറഞ്ഞു ഈ സിനിമ പോയി കാണുകയോ പുസ്തകം വായിക്കുകയോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് തന്നെ. പക്ഷെ ഇത് again I have issues when people quote books and think religion can actually be hurt by books. എനിക്കത് വളരെ I'll say this. For example, നമ്മുടെ എസ് ഹരീഷിന്റെ മീശ ഇറങ്ങിയ സമയത്ത് we all know what happened. ഞാൻ ഒറ്റ കാര്യമേ എന്നോട് ഇത് വായിക്കരുതെന്ന് പറഞ്ഞവരോട് ചോദിച്ചുള്ളൂ. ഇത് വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി എന്തിന്റെ ബേസിസിലാണ് എന്നോട് ഇത് വായിക്കണ്ടെന്നും ഇത് വാങ്ങിക്കരുതെന്നും പറയുന്നത്? അതിന്റെ പോയിന്റ് ഇസ് ലൈക്ക് ഇന്ന ഒരു റെഫറൻസ് വന്നു, ഇങ്ങനെ ഒരു കാര്യം, ഒരു ക്യാരക്ടർ വളരെ മോശമായിട്ട് സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നതിനെ കുറിച്ച് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അത് മാത്രം വെച്ചിട്ട് ഹൗ കെൻ യു ജഡ്ജ് എ ബുക്ക്? ഹൗ കെൻ യു ജഡ്ജ് എ ബുക്ക്? അതിന്റെ അകത്തുള്ള ബാക്കി ഇയാൾ നല്ല മനുഷ്യനാണോ? ഇയാള് ചിലപ്പോൾ വെറും അലവലാതി ആയിരിക്കും. ഒരു അലവലാതി പറയുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവുള്ളൂ. യു ഡോണ്ട് നോ. അപ്പൊ എന്ന് വെച്ച് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു പുസ്തകം വായിക്കാണ്ട് നമ്മളത് പോയി കത്തിക്കാനും ഇതിലൊക്കെ എന്താ എഴുതിയേക്കുന്നതെന്നുള്ള അർത്ഥം മനസ്സിലാക്കാണ്ട് അതിനൊന്നും എനിക്ക് വലിയ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വാലിഡ്. അപ്പം കമ്മിങ് ബാക്ക് ടു ഡാവിഞ്ചി കോഡ് ആക്ച്വലി അല്ലല്ല ഇത് പറഞ്ഞു തീർക്കാം. എനിക്ക് തോന്നുന്നു ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ദേ ആർ നോട്ട് ബോതേർഡ് ഇത് പറയുന്ന ഒരു മോശം ക്യാരക്ടർ ആണോ ഒരു ഗുഡ് ക്യാരക്ടർ ആണോ. what they're worried about is that ഇങ്ങനെ ഒരു ഐഡിയ ഇറ്റ്സ് ഔട്ട് ദെയർ, നമ്മളിത് പുറത്തോട്ട് ഇട്ടു, ആൻഡ് അതാണ് അവരെ ബഗ്. രണ്ടാമൂഴത്തിന്റെ എൻഡിങ്ങിനെ കുറിച്ച് ഈ അടുത്ത ഇടയ്ക്ക്, അത് ഇറങ്ങി ഇത്രയും കൊല്ലമായി, ഈ അടുത്ത ഇടയ്ക്കാണ് അതിന്റെ എൻഡിങ്ങിനെ കുറിച്ച് മറ്റേ ഒരു തിയറി ഉണ്ടല്ലോ, ആ തിയറിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, വായിക്കാത്തവർക്ക് സ്പോയിലർ ആവും. പാണ്ഡവരുടെ ഒറിജിൻ സ്റ്റോറി എങ്ങനെയാണെന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരുപാട് ചണ്ടമാരുതൻ അതെ പവർഫുൾ മൊമെന്റ് ആണത്. അല്ല അത് അപ്പോ ആരോ എഴുതിയത് MTയുടെ വികലമായ ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഈ അടുത്തിടയ്ക്ക് ആണ് ഇതൊക്കെ പറഞ്ഞത്. ഇത് പണ്ടും വന്നിരുന്നു. നമ്മുടെ മറ്റേ അന്നത്തെ പ്രധാനപ്പെട്ട ചില റൈറ്റേഴ്സ് പോലും ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ കുറച്ച് ഹിന്ദുത്വമായിട്ട് നടക്കുന്ന ആളുകൾ മാത്രമല്ല, മഹാഭാരതം അരച്ചു കലക്കി കുടിച്ച ചില പണ്ഡിതന്മാരൊക്കെ ഇതിനെതിരെ കുറച്ച് ചെറിയ മറ്റേ പ്രസ്താവനകൾ ഇറക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയ സംഭവം. നമ്മളതൊന്നും ഓർക്കില്ല. കാരണം ബുക്ക് ആക്ച്വലി സ്റ്റുഡ് അബോവ് എവറിത്തിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല സാഹചര്യം. അതിലേതെങ്കിലും ഒരു കോട്ട് എനിക്ക് തോന്നുന്നത് ഈ മീശയുടെ കേസിൽ എനിക്ക് തോന്നിയൊരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇതൊരു PR വർക്കായിരുന്നു.
ആ പോ ഉം. ആ പോർഷൻ പുറത്തിട്ട് അത് വെച്ച് ഒരു വികാരം ഉണ്ടാക്കിയിട്ട് കോൺട്രവേഴ്സി ക്രിയേറ്റ് യെസ് ചെയ്തു. അങ്ങനെ ഒരു സെയിൽ ഉണ്ടാക്കി. ആ ബുക്ക് വായിച്ചവർക്ക് അറിയാം അതിനകത്ത് ഒന്നുമില്ല എന്നുള്ള കാര്യം. അതിനേക്കാളും ബെറ്റർ ബുക്കാണ് പുള്ളി പിന്നെ എഴുതിയത്. പട്ടുനൂൽ പതി- പുഴു ഒക്കെ പട്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് 17 സോറി ഓഗസ്റ്റ് ഓർമ്മയില്ല, നമ്പർ ഇടുന്നില്ല. ഓഗസ്റ്റ് ഞാനും 17 മറന്നുപോയി. അത് ഉഗ്രൻ സാധനമാണ്. അതൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി ആണ് സംഭവം. അത് വായിച്ചു നോക്കണം. അത് വായിച്ചിട്ട് പട്ടുനൂൽപ്പുഴു വായിച്ചാൽ മതി. പുള്ളി ആള് മാസ്റ്റർ ആണ്. പക്ഷെ എസ് ഹരീഷ് എന്ന പേരിൽ ആളെ പറ്റിയിട്ട് ആൾക്കാർ മനസ്സിലാക്കിയത് അപ്പോഴാണ്, ഇങ്ങനൊരു പുസ്തകം വന്നപ്പോഴാണ്, മീശ വന്നപ്പോഴാണ്. മീശക്കകത്ത് ഒന്നുമില്ല, അല്ല മീശയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതും പോട്ടെ. ഞാൻ പുള്ളിയുടെ മറ്റേ ആദവും മാവോയിസ്റ്റും ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആ പേര് മനസ്സിൽ ഉടക്കിയിട്ടില്ല. മീശ യെസ്, വന്നു കഴിഞ്ഞിട്ടാണ് ആ പേര് മനസ്സിൽ ഉടക്കിയത്. കറക്റ്റ്. അതെ, ചെറുകഥ വായിച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ മാവോയിസ്റ്റ്, മറ്റേ നമ്മുടെ എന്താ പറയുക, മാവോയിസ്റ്റ് അല്ല, ജല്ലിക്കെട്ട് ജല്ലിക്കട്ട്. മാവോയിസ്റ്റ്. അതിനു മുമ്പ് വേറൊരു സാധനം വായിച്ചിട്ടുണ്ട്, പൈഡ് പൈപ്പർ എന്ന് പറഞ്ഞൊരു സാധനം വായിച്ചിട്ടുണ്ട് പുള്ളിയുടെ. അത് ആക്ച്വലി അതിൻ്റെ അകത്തൊരു വളരെ സട്ടിലായിട്ട് പീഡോഫീലിയെ പറ്റിയിട്ടൊരു ബുക്കാണ്. പൈഡ് പൈപ്പർ എന്ന് പറഞ്ഞിട്ടാണ് ബുക്കിൻ്റെ പേര്. അത് വളരെ വളരെ സട്ടിലായിട്ടാണ് അത് പറയുന്നത്. അത് വായിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരുത്തൻ അതുപോലെ മോദസ്ഥിതനായി ഇരിപ്പു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ടൈറ്റിൽ കിട്ടുന്നില്ല. അതിൽ കാസ്റ്റിസത്തെ പറ്റിയിട്ട് അവരൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഈഴവ കാസ്റ്റിൻ്റെ അകത്ത് നടക്കുന്ന, അതായത് ഒരു അലയൻസ് നടക്കുവാണ്. അപ്പോൾ അതിനകത്ത് ഈ കുറച്ചുകൂടി ഹയർ കാസ്റ്റായിട്ട് ആളിനെ പറ്റി, ലോവർ കാസ്റ്റാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ. അപ്പോൾ അവരെ ഒന്ന് ചവിട്ടാൻ വേണ്ടിയിട്ടൊരു ചെറിയ കാര്യം പറയുന്നുണ്ട്. അവരത് എഗ്രി ചെയ്യുന്നുമുണ്ട്. ഈ ഫോട്ടോ ഇവിടെ വെക്കേണ്ടത്, ആ ഫോട്ടോ ആരുടെയാണെന്ന് നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും, ആ കഥ വായിക്കുമ്പോൾ മനസ്സിലാവും. അത് ക്രാഫ്റ്റാണ് സാധനം. അത് എഴുതിയ ആളാണ് മീശ എഴുതിയതെന്ന് നമുക്ക് എന്താ പറയുക, നമുക്കത് കണക്ട് ആവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് പുള്ളി ഇത് എഴുതിയെന്ന് പോലും ആലോചിച്ചു പോകും. മീശ വളരെ എന്താ പറയുക, വീക്കായിരുന്ന പോലെ. നല്ലതാണ്, പക്ഷെ ഇറ്റ്സ് വെരി വീക്ക് ബാക്കിയുള്ളത് ഈ കമ്പയർ ചെയ്യുമ്പോൾ. ലെറ്റ്സ് കം ബാക്ക് ടു ഡാൻ ബ്രൗൺ. നമ്മൾ പല വഴിക്ക് അങ്ങ് പോയി. ഈശ്വരെത്തി. ഈശ്വരെത്തി. സോറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഡാവിൻചി കോഡ് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് വായിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയി തോന്നി. ലോസ് സിമ്പിളിലായിരുന്നോ ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ ഇസ്താൻബുളിലെ മറ്റേ ഇതിലൊക്കെ പോകുന്നത്, ഒരു മെഡൂസയുടെ തലയൊക്കെ ഉള്ള ഒരു അതെനിക്കൊന്ന് ലോസ് സിമ്പിളിലാണോ ഇൻഫേർണോയിലാണോ, ഒരു ടാങ്കിൽ ഒരു വെള്ളം കലർത്തുന്ന അണ്ടർഗ്രൗണ്ട് ഇതില് പോയിസൺ എന്തോ ഇൻഫെർണോ. ഇൻഫേർണോ. അത് ആക്ച്വലി എനിക്ക് അതല്ല ഇൻഫെർണോ, നമ്മളെ പോപ്പുലേഷൻ കൺട്രോൾ. അത് ആക്ച്വലി എനിക്കത് ഞാൻ ആ അണ്ടർഗ്രൗണ്ട് അക്വിഡക്ട് പോയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ടു ബി. ഫോട്ടോ ഒന്നും എടുത്താൽ ക്ലിയർ ആവില്ല, കാര്യം ഫോട്ടോ എടുക്കാൻ അറിയാത്തോണ്ടായിരിക്കും. അതുകൊണ്ട് ഫോട്ടോസ് ഒന്നും എൻ്റെ അടുത്തില്ല. പക്ഷെ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് ഇറ്റ് മേഡ് സെൻസ്. ഇതാ ഒരു പോയിന്റ് ആണല്ലോ, ഈ പാൻഡമിക് വരെയാണ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് പടർന്നോളും എന്നുള്ളത്. അതൊക്കെ എനിക്കത് ആക്ച്വലി വലിയ കുഴപ്പം തോന്നിയില്ലായിരുന്നു. അഗെയിൻ പുള്ളി ഇപ്പം എഴുതല് നിർത്തി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പുള്ളിയുടെ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ദി ഇൻഫെർണോ വാസ് ഹിസ് ലാസ്റ്റ് ബുക്ക്. ആൻഡ് ഒറിജിൻ ഈസ് ഹിസ് ലാസ്റ്റ് ബുക്ക്. അതാണ് എയുടെ ബുക്ക്. അതാണ് അത് ഭയങ്കര ബോറായിരുന്നു. ഭയങ്കര ബോറായിരുന്നു. എതിരഭിപ്രായം പറയാൻ ഇല്ല, നമ്മൾ പിന്നെ വായിക്കാം. നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ, നമ്മള് പിന്നെ പോയി വായിക്കും. പിന്നെ എനിക്കും കുറ്റം പറയാനുള്ളൊരു ഓതറാണ് ഡാൻ ബ്രൗൺ. ഒന്ന്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ബുക്കാണ് ഡാവിഞ്ചി കോഡ്. അതിലേറെ ഇഷ്ടപ്പെട്ടതാണ് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ്. രണ്ടും വായിച്ചപ്പം ആ സമയത്ത് നല്ല ഹിസ്റ്ററി ഉള്ളതുപോലെ തോന്നി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പുതിയ പെർസ്പെക്റ്റീവ് നമുക്ക് തന്നു. ചിലതൊക്കെ ഭയങ്കര ക്ലെവർ ആയിട്ട് തോന്നി, പ്രത്യേകിച്ച് ആംബിഗ്രാംസ്. ഏഞ്ചൽസ് ആൻഡ് ഡീമൺസിനകത്ത് കാണിക്കുന്ന ആംബിഗ്രാംസും അതുപോലെ ഈ ക്ലൈമാക്സിന്റെ അടുത്ത് വരുമ്പോൾ ഉള്ള ട്വിസ്റ്റുകൾ ഉണ്ടല്ലോ, അത് കിടലമായിരുന്നു. അപ്പൊ ആ ടൈമിലാണ് ഞാൻ ഇത് പുള്ളിയുടെ പഴയ വർക്ക്സ് വായിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഡിജിറ്റൽ ഫോർട്രസ് ആണെന്ന് തോന്നുന്നു, ഒരു ജാപ്പനീസ് ഒരു ന്യൂക്ലിയർ വാർ സർവൈവർ ഉണ്ടല്ലോ, പുള്ളിയെ കൊല്ലുന്ന, അത് ഡിജിറ്റൽ ഫോർട്രസ് അല്ലേ? അതെ, ഡിജിറ്റൽ ഫോർട്രസ് ആണ്. അതെ. അപ്പൊ അത് വായിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി, ഇങ്ങേർക്കൊരു ഫോർമുലയുണ്ട്, ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ട്രോപ്സ് ഉണ്ട്. ലൈക്ക് എ ഫാദർ ഫിഗർ ഹൂസ് എ വില്ലൻ, പിന്നെ ആദ്യം ഒരു പെർവേർട്ടഡ് ഒരു കോവർക്കറോ എന്തോ ഉണ്ട്,
So, അയാളെ ആദ്യം നമുക്ക് വില്ലനായിട്ട് സ്കേപ്പ് ഗോട്ട് ചെയ്യും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, കുറെ ട്രോപ്സ് ഉണ്ട്. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല അങ്ങോട്ട് വ്യക്തമായി കഴിഞ്ഞപ്പോ പിന്നെ എന്റെ രസം അങ്ങ് പോയി. പിന്നീട് ലോ സിമ്പിളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ പുള്ളി ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഫോർമുല എടുത്ത് കളഞ്ഞതുപോലെ തോന്നി. ലോ സിമ്പിളിലെ ഒരു മകൻ ജയിലിൽ പോകുന്നതും പുള്ളി അവിടെ വെച്ച് ബോഡി ബിൽഡ് ചെയ്ത് മുഖവും ഷേപ്പും ഒക്കെ മാറ്റി തിരിച്ചു വന്ന് ഫാദറിനോട് റിവെഞ്ച് എടുക്കുന്ന എനിക്കിപ്പോ അതൊന്നും മറന്നുപോയി. ഓർമ്മ പോലും ഇല്ല. ഇറ്റ്സ് എ ഫൊർഗെറ്റ്ഫുൾ എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസും ഒക്കെ വായിച്ചിട്ട് ഇത് വായിക്കാൻ ചെല്ലുമ്പോൾ ഹി ഹാസ് ലോസ്റ്റ് ദാറ്റ് ക്രാഫ്റ്റ്. അങ്ങനെ ഫീൽ ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ള ബുക്സ് എനിക്ക് ഓർമ്മ പോലും ഇല്ല ചിലതൊന്നും. ഒറിജിനാണ് ലാസ്റ്റ് വായിച്ചത്. ഐ ഫെൽ ടോട്ടലി ലെറ്റ് ഡൗൺ. ഞാൻ ഇനി അയാളുടെ ഒന്നും വായിക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് അങ്ങനോട് വലിയ വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നിയില്ല. Because he gave Gave us us Angels and Angels and Demons and Da Vinci Code for sure. Da Vinci Code. ആൻഡ് അത് Da പുസ്തകം, Vinci അത് സിനിമ മാത്രം കണ്ട് പുസ്തകം വായിക്കാത്തവര് ഭയങ്കര വലിയ ലോസ് ആണ്. അത് പുസ്തകം വായിക്കേണ്ട സാധനങ്ങളാണ് രണ്ടും. സഹിക്കും. അപ്പോൾ ഡാൻ ബ്രൗണും മാത്യു റിലി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സമയമായി. അപ്പൊ നമുക്ക് ഈ ചർച്ച ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. ടിൽ ദെൻ ദിസ് ഇസ് എഴുതാപ്പുറം സൈനിങ് ഓഫ്. സീ യു ലേറ്റർ. See ya.